ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈലൻ ചിക്കൻ കറിയാണ്. അതായത് ചിക്കൻ പള്ളിപ്പാളയം എന്ന് പറയും. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ജാർ എടുത്തു. അതിലേക്ക് ഒരു 3-4 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. തൊലിയോട് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. അരിഞ്ഞു പോകണ്ട, നമുക്കൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പം എന്താ ഇതേപോലെ എടുക്കുക. പിന്നീട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളകാണ്. അപ്പോൾ വറ്റൽ മുളക് അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് വറ്റൽ മുളകിലാണ് തയ്യാറാക്കുന്നത്. വേറെ മുളക് പൊടി ഇടുന്നില്ല, വറ്റൽ മുളക് മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അരിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളിതിന് കടായി വെക്കുക. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നമ്മുടെ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വറ്റൽമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ കൊച്ചുള്ളിയാണ്. സവാള ഒട്ടും തന്നെ ചേർക്കുന്നില്ല. കൂടുതലും കൊച്ചുള്ളി മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൊച്ചുള്ളിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് നന്നായിട്ട് നമ്മളെ കൊച്ചുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പിന്നീട് നമ്മൾ ചതച്ച് വെച്ച നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ച ചിക്കനാണ്. അപ്പം നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. പിന്നീട് നമ്മളതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ളത് മതി. ഒരുപാട് ഗ്രേവിയിലൊന്നല്ല ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഒന്നും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് വേവാവുന്ന വരെ അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. അതിലേക്ക് ആ സമയത്ത് കുറച്ചധികം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇത് അടച്ച് വെക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അടച്ച് വെച്ചു. അപ്പോൾ പിന്നീട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഉണ്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പം അല്പം മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പള്ളിപ്പാളയം ചിക്കൻ ഇവിടെ റെഡിയായി. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.